പാലക്കാടൻ കാറ്റ് ആരെ വീഴ്ത്തും, ആരെ വാഴ്ത്തും, ആരെ വാഴിക്കും എന്നൊക്കെ അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. അതായത് ബൂത്തിലേക്ക് പോവുകയാണ് 20-ാം തീയതി പാലക്കാടൻ വോട്ടർമാർ. അവിടെ 1,94,706 വോട്ടർമാരാണ് അവിടെ ഉള്ളത്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ, 1,290,000 വോട്ടർമാർ. പുരുഷന്മാരാകട്ടെ 94,412 പേരാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ തവണത്തെ അല്ല, ഷാഫി പറമ്പിൽ 3 തവണയായി അവിടെ നിന്ന് ജയിക്കുന്ന കോൺഗ്രസ് MLA, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. 3-ാം തവണ ഹാട്രിക്കിൽ വരുമ്പോൾ ശ്രീധരനായിരുന്നു എതിർ സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം 3,859 കുറഞ്ഞു. ഇത് നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ പാലക്കാട് നഗരസഭ, പാലക്കാട് താലൂക്കിൽപ്പെട്ട പിരായിരി, കണ്ണാടി, ആലത്തൂർ താലൂക്കിലെ മാത്തൂർ ഗ്രാമപഞ്ചായത്ത്, ഇത്രയും സ്ഥലങ്ങൾ ചേർന്നത്, ഇത്രയും പ്രദേശങ്ങൾ ചേർന്നതാണ് പാലക്കാട് നിയമസഭ എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ തന്നെ പാലക്കാട് നഗരസഭ കഴിഞ്ഞ 2 ടേമായി BJP ആണ് ഭരിക്കുന്നത്. അതുപോലെ പാലക്കാട് താലൂക്കിൽപ്പെട്ട പിരായിരിയിലും കണ്ണാടിയിലും മാത്തൂരിലുമൊക്കെ CPM-നാണ് നല്ല ബലമുള്ളത്. മാത്തൂരിൽ അതുപോലെ തന്നെ UDF-ൻ്റെയും കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാലക്കാട് നടക്കുന്നത് ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. എന്നാൽ ഇവിടെ BJPക്ക് സംഭവിച്ച പാളിച്ചകൾ ആദ്യം എടുത്തു പറയാം. BJPയുടെ സ്റ്റാർ വാറിന് പറ്റിയ സ്ഥാനാർത്ഥി ശരിക്കു പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനായിരുന്നു, അല്ലെങ്കിൽ സന്ദീപ് വാര്യരായിരുന്നു. ഇത് പറയുന്നത് BJP അണികൾ തന്നെയാണ്, അവരുടെ അതൃപ്തിയാണ് അവർ പറയുന്നത്. എന്നാൽ കെ സുരേന്ദ്രനുള്ള ഇഷ്ടക്കേട്, സന്ദീപ് വാര്യരോടുള്ള ഇഷ്ടക്കേടും ശോഭാ സുരേന്ദ്രനോടുള്ള ഇഷ്ടക്കേടുമാണ് സ്ഥാനാർത്ഥിത്വം കൃഷ്ണകുമാറിലേക്ക് പോയത്. കാരണം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണെന്ന് ആദ്യമേ തന്നെ ദേശീയ നേതൃത്വത്തെ കെ സുരേന്ദ്രൻ്റെ പക്ഷം ധരിപ്പിച്ചു വച്ചു. അങ്ങനെയാണ് കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായത്. അതിൽ അതൃപ്തി അറിയിച്ചിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിൽ പോയി ചേക്കേറുന്നത്. ആ കഥയൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴുള്ളത് ശോഭാ സുരേന്ദ്രൻ്റെ വീർപ്പുമുട്ടലുണ്ട്. ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിരുന്നു. ശോഭാ സുരേന്ദ്രനെ സ്വാഗതം ചെയ്തുകൊണ്ട് മണ്ഡലത്തിലെ BJP പ്രവർത്തകർ ഫ്ലക്സ് വച്ചിരുന്നു. കൃഷ്ണകുമാർ പക്ഷത്തിൽപ്പെട്ട ആളുകൾ ആ ഫ്ലക്സിന് തീയിട്ടു. ഇതൊക്കെ വലിയ വാർത്തയായ കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJP നേരിടുന്നത് അതിൻ്റെ ഉള്ളിലുള്ള തന്നെ പടലപ്പിണക്കങ്ങൾ കൃഷ്ണകുമാറിൻ്റെ വോട്ടിനെ ബാധിക്കും. കാരണം അവർ നിർത്തിയത് ഒരു അനഭിമതനായ സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ സംഭാഷണമുണ്ട്. ഇനി കോൺഗ്രസിൻ്റെ കാര്യം നോക്കാം. ഷാഫി പറമ്പിൽ MP ആയി പോകുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതേ അവസരം KPCC നേതൃത്വവും അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കളും DCC നേതാക്കളും ഡോക്ടർ P. സരിനോട് മണ്ഡലത്തിൽ പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് P. സരിൻ ഒറ്റപ്പാലത്ത് നിന്ന് താമസമൊക്കെ മാറി പാലക്കാടെത്തുന്നതും അവിടെ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതും ഒക്കെ തന്നെ. അങ്ങനെ സരിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അതേ അവസരം തന്നെ DCC K. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള കത്ത് KPCCക്ക് നൽകുകയും ചെയ്തിരുന്നു. ആ കത്തൊക്കെ പിന്നീട് വിവാദമായി വന്നിരുന്നു. അങ്ങനെ K. മുരളീധരനോ ഡോക്ടർ P. സരിനോ UDF-ൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്താണ് ഷാഫിയുടെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്ന് പതിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനുള്ളിലെയും ആശയക്കുഴപ്പങ്ങളും ആശയഭിന്നതയും ഇഷ്ടക്കേടുകളും രാഹുൽ മാങ്കൂട്ടത്തിലിനും തലവേദനയായി മാറും. അതേ അവസരം CPM-ൽ നോക്കട്ടെ. CPM-ലാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനിമോളെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ തനിക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർ P. സരിൻ കോൺഗ്രസിനെ വിമർശിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരികയും ചെയ്തു. CPM-ൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു. അങ്ങനെ CPM അദ്ദേഹത്തെ ഇടത് സ്വതന്ത്രനായി അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ തന്നെ അബ്ദുൾ ഷുക്കൂറിനെ പോലുള്ള ആളുകൾ വിമത നീക്കവുമായി എത്തി. കാരണം അത് അവർക്ക് അനിഷ്ടമുണ്ടാക്കി. ആ തരത്തിലുള്ള CPM-ന് ഉള്ളിൽ തന്നെയുള്ള ചില പൊട്ടിത്തെറികളുണ്ടായി. പക്ഷേ CPM-ൻ്റെ കേഡർ സ്വഭാവമൊക്കെ വെച്ചിട്ട് പാർട്ടി നേതാക്കൾ ഇടപെട്ട് അതൊക്കെ സമാധാനപ്പെടുത്തി P. സരിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ 3 മുന്നണികൾക്കുള്ളിലും പടലപ്പിണക്കങ്ങളുണ്ട്, 3 മുന്നണികൾക്കുള്ളിലും വിമത നീക്കങ്ങളുണ്ട്. ഈ മുന്നണി സ്ഥാനാർത്ഥിയല്ലാതെ മറ്റ് 7 സ്ഥാനാർത്ഥികൾ കൂടി പാലക്കാട് ജനവിധി തേടുന്നുണ്ട്. അവരിൽ 2 പേരുടെ പേര് രാഹുൽ എന്ന് ഓർക്കുമ്പോൾ ശ്രദ്ധിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയസാധ്യതയ്ക്ക് ഏൽക്കുന്ന മങ്ങൽ ഏറിയാൽ, അതായത് പാലക്കാട് ഇപ്പോൾ നടന്ന സംഭവവികാസം, അതായത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനുള്ള വോട്ടായി മാറും. അതുപോലെ ഡോക്ടർ P. സരിൻ്റെ CPM പ്രവേശം കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു വിഭാഗം ആളുകളുടെ നിഷ്പക്ഷ വോട്ടുകൾ P. സരിൻ ഇടതുമുന്നണിക്ക് നേടിക്കൊടുക്കും. അങ്ങനെ ഒരു ചുറ്റുപാടാണ് അവിടെയുള്ളത്. കൃഷ്ണകുമാർ വിജയിക്കുമെന്ന് പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള അമിത പ്രതീക്ഷ BJP ക്യാമ്പ് ഉള്ളിൽ വച്ചു പുലർത്തുമ്പോഴും
BJP ക്യാമ്പിലും ചില ആശങ്കകളുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രൻ ആയിരുന്നുവെങ്കിൽ ഫൈറ്റ് കുറെ കൂടി കടുത്തേനെ. ശോഭാ സുരേന്ദ്രൻ്റെ പ്രത്യേകത, അവർ എവിടെ നിന്നാലും അവർ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അത് അവരുടെ വാക്ചാതുരി, അതുപോലെ എതിരാളികളെ നേരിടുന്ന ഒരു അന്തസ്സായ മറുപടികൾ. കെ സുരേന്ദ്രനും അന്തസ്സുള്ള മറുപടികളാണ് ശോഭാ സുരേന്ദ്രൻ നൽകുന്നത്. അതൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് നിഷ്പക്ഷരായ ആളുകളുടെ ഈ വോട്ടുകൾ നേടാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ ഒരു സ്റ്റാർ വാറിന് പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നതിൽ BJPക്ക് പറ്റിയ വീഴ്ച മറ്റു മുന്നണികൾക്ക് നേട്ടമായി മാറും. അതിൽ ഏറ്റവും അധികം സാധ്യത കൂടുന്നത് ഡോക്ടർ P സരിനോ രാഹുൽ മാങ്കൂട്ടത്തലിനോ ആണോ എന്നറിയാൻ നമ്മൾ വോട്ടെണ്ണൽ ദിവസം വരെ കാത്തിരിക്കണം. ഏതായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് കാറ്റ് ഇങ്ങനെ അതിശക്തമായി വീശുകയാണ്. ഇന്ന് പ്രചരണങ്ങളും ഇന്ന് കൊട്ടിക്കലാശിക്കും. അതുപോലെ നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ പാലക്കാട് ബൂത്തിലേക്ക് നീങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.